എം അക്ബറിന് പഠിക്കുന്ന സംഘ് പരിവാർ മാധ്യമങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. എൻ്റെ ബാല്യത്തിൽ എനിക്ക് ധാരാളമായ മുസ്ലിം സുഹൃത്തുക്കളും ഹൈന്ദവ സ്നേഹിതന്മാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു, ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ഒരുമിച്ച് വളരെ ആരോഗ്യമുള്ള ബന്ധത്തിൽ വളർന്നു വന്നു. എന്നാൽ ഇന്ന് കേരളത്തിൽ എൻ്റെ മക്കൾക്ക് ആ ഒരു സ്ഥിതിവിശേഷമില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇസ്ലാം സ്നേഹിതന്മാരുടെയും ഹൈന്ദവ സ്നേഹിതന്മാരുടെയും ഭവനത്തിൽ വിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പോകും, ഞങ്ങളെ ക്ഷണിക്കും. അവരുടെ പെരുന്നാൾ ഞങ്ങൾ പോകും, ഭക്ഷണം കഴിക്കും. ഞങ്ങളുടെ ഭവനത്തിൽ ക്രിസ്മസും ഈസ്റ്ററുമൊക്കെ ആഘോഷിക്കുമ്പോൾ അവരെ ക്ഷണിക്കും, അവർ വരും. ഭയങ്കര ബന്ധം, ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കേരളത്തിലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ വളരെ അടുപ്പമുള്ള ബന്ധമുണ്ടായിരുന്നു. എന്നാൽ എം അക്ബറും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും ചേർന്ന് ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ മുഴുവനും സ്നേഹസംവാദം നടത്തി. ആ ലക്ഷ്യം ബൈബിളിനെ ഇകഴ്ത്തുക എന്നതായിരുന്നു, യേശുവിനെ ഇകഴ്ത്തുക എന്നതായിരുന്നു. അന്ന് ക്രിസ്തീയ സഭ കാര്യമായി പ്രതികരിച്ചില്ല. അതിനുശേഷം ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ ഖുറാൻ പഠിച്ചു, ഖുറാൻ്റെ അനുബന്ധ ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചു. അവർ ഖുറാനെയും അള്ളാഹുവിനെയും പ്രവാചകനെയും അതിശക്തമായ ഭാഷയിൽ വിമർശിക്കാൻ തുടങ്ങി. ഓർക്കണം, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ പേര് പോലും പറയുവാൻ കഴിയാത്ത അത്ര വലിയ ബഹുമാനവും ഭയവും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ കേട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഖുറാനും അതിൻ്റെ പ്രവാചകനും അതിൻ്റെ ദൈവവും ഫുൾ ടൈം എയറിലാണ്. ഒരു തമാശയായി, ഏറ്റവും നിന്ദ്യമായ രീതിയിൽ അവരെ ഇന്ന് കൈകാര്യം ചെയ്യുകയാണ്. അതിൻ്റെ കാരണം എം അക്ബറും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുമാണ്. തുടർന്ന് ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ബിസിനസ് ജിഹാദ്, ഇങ്ങനെ കുറേ പേരുകൾ ഉയർന്നു വന്നു. തത്വത്തിൽ ഇന്ന് കേരളത്തിലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ ശരിയായ രീതിയിൽ ശത്രുത അല്ലെങ്കിൽ അകൽച്ച വന്നു കഴിഞ്ഞു എന്നത് സത്യമായൊരു കാര്യമാണ്. അതേ ശൈലിയിലാണ് ഇന്നത്തെ സംഘ് പരിവാർ മാധ്യമങ്ങൾ, വിശേഷിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം മാധ്യമങ്ങൾ വാർത്തകൾ പടച്ചുവിടുന്നത്. ഇപ്പോഴുണ്ടായ കന്യാസ്ത്രീമാരുടെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട ഓരോ വിഷയത്തിലും അവർ ചെയ്തിരിക്കുന്ന ഓരോ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ: സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കണം. അവരുടെ പ്രസ്താവനകൾ, അവരുടെ എഴുത്തുകൾ, സോഷ്യൽ മീഡിയയിലെ കുറിപ്പുകൾ എല്ലാം, ആ ന്യൂസ് ചാനലിൻ്റെ ന്യൂസുകൾ എല്ലാം കേട്ടു നോക്കണം. അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ക്രൈസ്തവരും ഹിന്ദുക്കളും തമ്മിൽ ഒരു സംഘർഷമുണ്ടാകണം, അവർ തമ്മിൽ ശത്രുതയിലാകണം. അതാണ് അവരുടെ ലക്ഷ്യം. എന്താണ് മാധ്യമധർമ്മമെന്ന് നിങ്ങൾക്കറിയത്തില്ലയോ? മാധ്യമധർമ്മം സത്യമായിരിക്കണം, യാഥാർത്ഥ്യമായിരിക്കണം, പക്ഷപാതപരമായി കാര്യം പറയാൻ പാടില്ല. സത്യമായ കാര്യങ്ങൾ, ന്യൂസുകൾ, അറിവുകൾ അതിൻ്റെ ശരിയായ ഉറവിടത്തിൽ ചെന്ന് ഗ്രഹിച്ചിട്ട് വേണം അത് ജനത്തിന് കൊടുക്കുവാൻ. ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല, തെറ്റായ അറിവും തെറ്റായ വാർത്തയും കൊടുക്കാൻ പാടില്ല. ഞാൻ ചില ഉദാഹരണം കാണിച്ചു തരാം. കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ നിങ്ങൾ ഒരു 50 സോഷ്യൽ മീഡിയ ന്യൂസ് ചാനൽ എടുത്തു നോക്കണം, മെയിൻ ലൈൻ ചാനലുകൾ എടുത്തു നോക്കണം. ഇതിലെല്ലാം പറയുന്നത് പരസ്പര വിരുദ്ധമാണ്. ശരിയായിരിക്കുന്ന ഒരു വാർത്ത ആരും തന്നെ കൊടുക്കുന്നില്ല. സ്വന്തം അഭിപ്രായങ്ങളും ഊഹാപോഹങ്ങളും പറഞ്ഞ് മനുഷ്യൻ്റെ മധ്യത്തിൽ, ജനത്തിൻ്റെ മധ്യത്തിൽ പുകമറ സൃഷ്ടിക്കാൻ അവർക്ക് ചില അജണ്ടകളുണ്ട്, അത് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ഏറ്റവും വലിയ അനീതിയാണ്.
നാളെ നിങ്ങൾ ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. ABC മലയാളം ന്യൂസ് ചാനൽ, അതിലെനിക്കിഷ്ടപ്പെട്ട ഒരു അവതാരകനുണ്ട്, വടയാർ സുനിൽ. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. അദ്ദേഹവും VHPയുടെ ഒരു വലിയ നേതാവ് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, അവർ ചെയ്തൊരു വീഡിയോ ഉണ്ട്. അതിനകത്ത് കുറേയേറെ അബദ്ധങ്ങൾ പറയുന്നുണ്ട്, തെറ്റുകൾ പറയുന്നുണ്ട്. 2 കാര്യം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾ ആ വീഡിയോയുടെ ആ പ്രധാന ഭാഗം കേട്ടാട്ടെ. എന്താ ഈ പെന്തക്കോസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ താങ്കൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? എന്താ എന്താ പെന്റ എന്ന് പറഞ്ഞാൽ എന്തോ? എന്താ 5 കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? കടൽ തീരങ്ങൾ. 5 കടൽ തീരങ്ങൾ. ലോകത്തുള്ള 5 ഭൂഖണ്ഡങ്ങളിലേക്ക് മതപരിവർത്തനം ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് അതിന്റെ പിറകിലുള്ള ഫുൾ ഫോം. ഞാൻ ആലോചിക്കാത്തൊരു കാര്യമാണ്, ഇതുവരെ ആലോചിച്ചിട്ടില്ല. നിങ്ങൾ കേട്ടല്ലോ. അതായത് പെന്തക്കോസ്തിനെ കുറ്റം പറയുകയാണ്. പെന്തക്കോസ്ത് എന്ന പദത്തിന് അദ്ദേഹം കൊടുത്ത അർത്ഥം നിങ്ങൾ കേട്ടോ? അത് കേട്ടപ്പോൾ ശ്രീമാൻ സുനിലിൻ്റെ ചിരി കണ്ടോ? താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനല്ലയോ? സത്യം അറിയണ്ടായോ? അറിയാതെ ഇതിനൊക്കെ എങ്ങനെയാണ് യേശു മാമനൊക്കെ പറയുന്നത്? എന്താണ് പെന്തക്കോസ്തിൻ്റെ അർത്ഥം? 50-ാം ദിനം എന്നാണ് അതിൻ്റെ അർത്ഥം. യഹൂദന്മാരുടെ ഒരു പെരുന്നാളാണത്. അതായത് അവർക്ക് പാസ് ഓവർ, പെസഹ എന്നൊരു പെരുന്നാളുണ്ട്. അത് കഴിഞ്ഞ് 7 ആഴ്ച കഴിയുമ്പോൾ ഉണ്ടാകുന്ന ദിവസം 50-ാം ദിനം, അന്ന് അവർക്ക് മറ്റൊരു പെരുന്നാളുണ്ട്. അവരെ നാഷണൽ ഫെസ്റ്റിവലാണ്. അതിന് ഫെസ്റ്റിവൽ ഓഫ് വീക്സ് എന്നും പറയും, ഹാർവസ്റ്റ് പെരുന്നാൾ എന്ന് പറയും. അതിൻ്റെ പേരാണ് പെന്തക്കോസ്ത്, 50-ാം ദിനം. ആ പെന്തക്കോസ്ത് പെരുന്നാൾ നടക്കുന്ന ആ ദിവസമാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം 50-ാം ദിനം മാളികമുറിയിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ഏകദേശം 120 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നു. അന്ന് സഭ രൂപം കൊണ്ടു. 3000 പേർ അന്ന് സഭയോട് ചേർന്നു. ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ദിവസമാണ് പെന്തക്കോസ്ത് ദിനം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വീണ്ടും ഈ ഭൂമിയിൽ ഉണ്ടായപ്പോൾ അന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് പെന്തക്കോസ്ത് പ്രസ്ഥാനം. പരിശുദ്ധാത്മാവിൻ്റെ പ്രകടമായ ചലനങ്ങളുള്ള ആ കൂട്ടത്തിന് വിളിക്കുന്ന പേരാണ് പെന്തക്കോസ്ത്. അല്ല താങ്കൾ പറയുന്ന പോലെ 5 കടൽ, 5 ഭൂഖണ്ഡം, 5 ഭൂഖണ്ഡത്തിലും മതപരിവർത്തനം നടത്തണം. എൻ്റെ പൊന്ന് സാറേ, നമുക്ക് 7 ഭൂഖണ്ഡമുണ്ട്. തെറ്റിപ്പോയതായിരിക്കാം. എങ്കിലും ലോകം മുഴുവനും അറിയാകുന്ന പദമാണ് പെന്തക്കോസ്ത്. ആ പദത്തിന് അർത്ഥം എല്ലാവർക്കും അറിയാം. താങ്കളെപ്പോലെ ഇത്ര പദവിയുള്ള ഒരു വ്യക്തി ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറയരുത്. ഇപ്പോൾ താങ്കൾ താങ്കളുടെ അനുയായികൾക്ക് കൊടുക്കുന്ന അറിവെന്തുവാ? തെറ്റായ അറിവല്ലേ? ബഹുമാനപ്പെട്ട സുനിൽ, താങ്കൾ അത് കേട്ടപ്പോൾ ചിരിക്കുകയാണ്. താങ്കൾക്ക് അർത്ഥമറിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കണം, അല്ലാതെ തിരുത്തണം. ഇനി ആ വീഡിയോയുടെ വേറെ ഭാഗം കേട്ട് നോക്കിയേ. കഴിഞ്ഞ മാസം ഇറങ്ങിയിട്ടുള്ള ഒരു മാസിക കാണിച്ചു തരാം. ആ മാസികയുടെ പേര് എന്ന് പറഞ്ഞാൽ മിത്ര സമാചാർ. ഇതിൻ്റെ പ്രധാന പ്രസിദ്ധീകരണം നടക്കുന്ന ചെന്നൈ അണ്ണാശാലയിലാണ്. കേരളത്തിൽ നിന്ന് ഈ പ്രസിദ്ധീകരണം ഇറങ്ങുന്ന കോട്ടയം ജില്ലയിലെ വടവാതൂരിൽ നിന്നാണ്. ഇതിൻ്റെ അവസാന പേജിൽ വാണ്ടഡ് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ നമുക്ക് തോന്നും ആരെയൊക്കെയോ വേണമെന്നാണ്. ഈ വാണ്ടഡിൽ പറഞ്ഞിരിക്കുന്ന ആരെയൊക്കെ? പയനിയർ മിഷണറിമാർ, ചർച്ച് പ്ലാന്റർമാർ. ചർച്ച് പ്ലാന്റർ, ആ വാക്ക് താങ്കൾ ശ്രദ്ധിച്ചു? പള്ളി സ്ഥാപിക്കുന്നവരാണോ? പള്ളി സ്ഥാപിക്കുന്ന സിവിൽ എഞ്ചിനീയർ എന്നല്ല ഉദ്ദേശിച്ചത്. ചർച്ചുകൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നവർ. എന്താ വെച്ചാൽ നമ്മുടെ ഈ ചില പ്രദേശങ്ങളിലൊക്കെ കുരിശുകളുണ്ട്, എല്ലാ പാറ. ആദ്യം ഒരു കുരിശ് വരും, പിന്നെ ഒരു കുരിശ് തൊട്ടി വരും, പിന്നെ ഒരു ഷെഡ് വരും. അതെ അതെ അതെ, അത്തരത്തിലുള്ള. കേട്ടല്ലോ, ആ ഭാഗത്ത് പറയുന്നത് ചർച്ച് പ്ലാന്ററിനെ ആവശ്യമുണ്ട്. ഏതൊരു ക്രിസ്തീയ സംഘടന തങ്ങളുടെ മാഗസിനിൽ അവരുടെ കൂടെ ശുശ്രൂഷിക്കുവാൻ ആൾക്കാർ ആവശ്യപ്പെടുകയാണ്, പാസ്റ്റർമാരെ. ചർച്ച് പ്ലാന്റർ
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അവർ മനസ്സിലാക്കിയത് പറയുകയാണ്. ചർച്ച് പ്ലാന്റർ എന്ന് പറയുമ്പോൾ ഒരു കുരിശ് ആദ്യം വെക്കുക, പിന്നെ അല്പം കെട്ടിടം പണിയുക, പിന്നെ അത് പള്ളിയാക്കുക, അവിടെ പള്ളി പണിയുക, കെട്ടിടം പണിയുക. സിവിൽ എൻജിനീയർ അല്ല അവരാവശ്യപ്പെട്ടത്, ചർച്ച് പ്ലാന്ററെയാണ്. എനിക്ക് ഭയങ്കര ഖേദമുണ്ട് നിങ്ങളുടെ അറിവിൽ. എന്താണെന്ന് സഭ എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ല. അത് നിങ്ങളുടെ കുഴപ്പമല്ല. ഞങ്ങളുടെ ക്രിസ്തീയ മതം നിങ്ങളെ അങ്ങനെയാണ് പഠിപ്പിച്ച് വച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഓരോ കെട്ടിടങ്ങൾ പള്ളികളെന്ന് പറയും. അത് സഭയല്ല എൻ്റെ പ്രിയമുള്ളവരെ. അതൊരു കെട്ടിടം മാത്രമാണ്. അതിനല്ല ചേർച്ച് എന്ന് പറയുന്നത്, അതിനല്ല സഭയെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പത്രോസ് ആത്മാവിൽ പ്രസംഗിച്ചപ്പോൾ 3000 പേർ രക്ഷിക്കപ്പെട്ടു. തുടർന്ന് ആ ഭാഗത്തെല്ലാം എഴുതി വച്ചിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടവരെ, വിശ്വസിച്ചവരെ സഭയോട് ചേർത്തു. അന്ന് അവിടെ ഒരു കെട്ടിടവുമില്ല, അവിടെ ഒരു പള്ളിയുമില്ല, ഒരു പട്ടക്കാരനുമില്ല, ഒരു ബിഷപ്പുമില്ല, ഒരു കൂട്ടം സാധാരണ ജനം. അവർ അന്ന് ചേർക്കപ്പെട്ട സഭ ഏതാ? അവർ കൂടിയ സഭ ഏതാ? വിശ്വസിച്ചവരുടെ കൂട്ടം, ദ അസംബ്ലി ഓഫ് ദ പീപ്പിൾ ഓഫ് ഗാഡ്. ജനമാണ് സഭ, കെട്ടിടമല്ല സഭ, കുരിശല്ല സഭ, പള്ളികളല്ല സഭ. ഞായറാഴ്ച രാവിലെ ഒരാൾ ഒരുങ്ങി ബൈബിളും കൊണ്ട് നടന്നു പോവുകയാണ്. എങ്ങോട്ട് പോവുക? അദ്ദേഹം പറഞ്ഞു, പള്ളിയിൽ പോവുക. മറ്റു സഹോദരെ കണ്ടു, ഒരുങ്ങി ബൈബിളും കൊണ്ട് പോവുക. എങ്ങോട്ട് പോവുക? സഭയിൽ പോവുക, ചർച്ചിൽ പോവുക. എന്നെ കേട്ടാട്ടെ, നിങ്ങൾക്ക് സഭയിൽ പോകാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ചർച്ചിൽ പോകാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല. നിങ്ങളാണ് സഭ, നിങ്ങളാണ് ചർച്ച്. വ്യക്തി, ആ കൂട്ടമാണ് സഭ. ആ സഭയ്ക്ക് കൂടിയിരിപ്പാൻ വ്യത്യസ്തമായ കെട്ടിടമുണ്ടാക്കിയിട്ടുണ്ട്. അതിനെ കയറി പള്ളി എന്ന് വിളിക്കല്ലേ, സഭയെന്ന് വിളിക്കല്ലേ. അതൊരു കെട്ടിടം മാത്രമാണ്. പിന്നെ ഇന്ന് പലർക്കും സംഘടനകളാ സഭ. മറ്റു ചിലർക്ക് തങ്കച്ചൻ്റെ സഭ, തോമസിൻ്റെ സഭ. ഇതൊന്നും ക്രിസ്തുവിൻ്റെ സഭയല്ല. ഇതെല്ലാം പ്രസ്ഥാനങ്ങളാണ്, അത് വെറും കെട്ടിടങ്ങളാണ്. സഭ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവരുടെ കൂട്ടമാണ്. ഇപ്പം നിങ്ങൾ മീഡിയാസിലൂടെ ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ തെറ്റായ അറിവ് കൊടുക്കുകയാണ്. നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പദമുണ്ട്, ഒരു വാചകമുണ്ട്, പെന്തക്കോസ്തുകാരും മറ്റു ചിലരും മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടത്തുന്നുണ്ട്. ഇത് അദ്ദേഹം പ്രസ് മീറ്റിൽ പറയുമ്പോൾ അതുണ്ടാക്കുന്ന അത് കൊടുക്കുന്ന തെറ്റായ ഇൻഫർമേഷൻ എത്ര ഭയാനകമാണ്. പ്ലീസ്, താൽക്കാലിക ലാഭത്തിനു വേണ്ടി, നിങ്ങൾക്ക് ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ജനത്തിൻ്റെ ഹൃദയത്തിൽ വിഷം വിതയ്ക്കരുത്. നോർത്ത് ഇന്ത്യ മുഴുവനും ആ വിഷമായി. ഇനി അല്പം സ്വസ്ഥതയുള്ളത് ഈ കേരളത്തിൽ മാത്രമാണ്. ഞാൻ എൻ്റെ വിശ്വാസത്തെ ശക്തമായി പറയുന്ന ആളാണ്. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പറയും. അതിൽ ലക്ഷ്യം നിങ്ങളെ മതം മാറ്റാൻ വേണ്ടിയല്ല, ഞാൻ അറിഞ്ഞ നിത്യജീവൻ്റെ, നിത്യരക്ഷയുടെ സുവിശേഷത്തിലേക്ക്, സുവാർത്തയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതും ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ അത് സ്നേഹത്തിൻ്റെ മാർഗമാണ്. എൻ്റെ ഹൃദയത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തുന്നത് ഏറ്റവും വലിയ പാപമാണ്. എൻ്റെ ഈ കൈത്തണ്ടം മുറിച്ചാലും നിങ്ങളുടെ കൈത്തണ്ടം മുറിച്ചാലും വരുന്നത് ഒരേ രക്തമാണ്, അതിന് ഒരേ കളറാണ്. നമുക്ക് വ്യത്യസ്ത വിശ്വാസമുണ്ടാകാം, ആ സൂക്ഷിച്ചോളൂ. നിങ്ങളും
നിങ്ങളുടെ വിശ്വാസം പ്രചരിപ്പിക്കൂ. ആശയങ്ങളെ ആശയം കൊണ്ട് നേടൂ. എന്താ 2.5% 76% ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് ആശയമില്ലാത്തത് കൊണ്ടാണ്. ഞങ്ങൾ പറയുന്ന മാർഗം, മതമല്ല മാർഗം, വിശ്വാസ മാർഗത്തെ, ജീവന്റെ മാർഗത്തെ പിടിച്ചു കെട്ടാൻ നിങ്ങളുടെ കയ്യിൽ എന്താശയമുണ്ട് അത് പറ, അത് പ്രസംഗിക്ക്. അല്ലാതെ മനുഷ്യനെ കൊല്ലിക്കുന്ന, തമ്മിൽ ശത്രുക്കളാക്കുന്ന മാർഗം, ആ പരിപാടി നിർത്തണം പ്രിയമുള്ളവരെ. MM അക്ബറും കൂട്ടുകാരും നടത്തിയതുപോലെ നിങ്ങൾ ദയവായി ചെയ്യരുതേ. എനിക്ക് വടയാർ സുനിലിനെ കാണുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കാൻ കഴിയണം. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതാവിനെ കാണുമ്പോൾ എനിക്കൊന്ന് കൈതരാൻ, കെട്ടിപ്പിടിക്കാൻ കഴിയണം. അതാ സ്നേഹമെന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം വേറെ, അത് നമ്മുടെ ഓരോരുത്തരും സ്വന്തമാണ്. നമുക്കങ്ങനെ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു ഓൾ.